ഭൂമിയെമ്പാടും ഊടാടി സഞ്ചരിച്ച സാത്താന് ദൈവത്തിന്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ സാധിച്ചില്ല. കാരണം ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തിയുള്ളവനും ദോഷം വിട്ട് അകലുന്നവനുമായി ഭൂമിയിൽ ആരും ഇല്ലായിരുന്നു. മാത്രമല്ല, സർവശക്തനാകുന്ന ദൈവം ഇയ്യോബിനും അവന്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടി അവനെ സംരക്ഷിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും ദൈവഭക്തി മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവഭക്തന് ചുറ്റും ദൈവം തന്റെ വേലി കെട്ടി സംരക്ഷിക്കുവാൻ ഇടയായിത്തീരും. ആ വേലി നമ്മുടെ ചുറ്റും നമ്മുടെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് ആ വേലി പൊളിച്ചുകൊണ്ട് ഒരു ദുഷ്ടന്റെ ശക്തിയും അവന്റെ ദൃഷ്ടിയും അവന്റെ പ്രവർത്തനങ്ങളും നമ്മുടെ ഭവനത്തിലോ നമ്മുടെ ചുറ്റുപാടുമോ നമുക്കുള്ളതിന്റെ മേലോ പ്രവർത്തിക്കുകയില്ല എന്ന് ദൈവനാമത്തിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ 91 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഇതിന്റെ കാരണം എന്താണ്? സർവശക്തനാകുന്ന ദൈവം നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നതുകൊണ്ടാണ്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല എന്ന് വചനം പറയുന്നു. കാരണം ദൈവം നമ്മുടെ സംരക്ഷകനാണ്. അവൻ നമ്മുടെ കോട്ടയും നമ്മുടെ തണലും നമ്മുടെ ആശ്രയവുമാണ്.